ഗവൺമെൻറ്റിൻ്റെ സമീപനം വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടും. അതിനകത്ത് ആര് എന്ത് എന്നുള്ള പ്രശ്നമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഈ ഗവൺമെൻറ്റും പോലീസും ഉറപ്പുവരുത്തും. എനിക്ക് അതിനെപ്പറ്റി ഒന്ന് പറയാനുണ്ട്. 50 വർഷമായി നടക്കുന്ന ഒരു കേസാണിത്. ഈ 50 വർഷമായി നടക്കുന്ന ഒരു കേസ് അതിൽ തന്നെ 15 തവണ കോടതിയെ ഇവരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശമാണ് ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ അവിടെ വെച്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ പോലീസിനെ വിളിക്കുകയാണ്. ഇമ്മീഡിയറ്റ് എവിക്റ്റ് ചെയ്യണം. ഞാൻ അന്നേരം ഫ്ലൈറ്റിലായിപ്പോയി. ഞാൻ ബാംഗ്ലൂരിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അന്നേരം DGPയോട് സംസാരിച്ചിട്ട് ഇമ്മീഡിയറ്റായിട്ട് പോലീസിനെ വിഡ്രോ ചെയ്തു. കോടതിയുടെ സമ്മർദ്ദമാണ് അവരെ അതിലേക്ക്. അവിടെ പോലീസ് അതിക്രമങ്ങളൊന്നും ചെയ്തില്ല. ഒരാൾ മേത്ത് പെട്രോൾ ഒഴിക്കാൻ വന്നപ്പോൾ ഫയർഫോഴ്സ് വെള്ളമടിച്ചപ്പോൾ ഈ സ്ത്രീകളൊക്കെ ഉരുണ്ട് വീഴുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഒരു കാരണവശാലും ആര് പറഞ്ഞാലും പോലീസ് അവരെ എവിക്റ്റ് ചെയ്യാനോ മറ്റു നടപടിക്കോ പോകരുത്. ഞങ്ങൾ കോടതിയെ സമീപിക്കുകയാണ്. റിലീഫിന് വേണ്ടി തിങ്കളാഴ്ച AGയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ റോജി എം ജോണിനെ മന്ത്രിയെ ചുമതലപ്പെടുത്തി. അദ്ദേഹം അവിടുത്തെ വിക്ടിംസുമായിട്ട് സംസാരിച്ചു. അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഗവൺമെൻറ് ഇടപെടുന്നത്. ഞങ്ങളാരും ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു ഇത്രയും സംഭവം ഉണ്ടെന്നുള്ളത്.